പഴയ ആ എനർജി, നമ്മൾ കൊതിച്ച ആ ചിരി, സ്ക്രീനിൽ നിറഞ്ഞാടുന്ന ആ പഴയ നിവിൻ മാജിക്. സർവമായിലെ പ്രഭേന്ദുവിനെ കാണുമ്പോൾ ഒന്ന് ഉറപ്പിക്കാം, വെൽക്കം ബാക്ക് നിവിൻ. തമാശയും പ്രണയവും കുടുംബ ബന്ധങ്ങളും ആക്ഷനും കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച അഖിൽ സത്യന്റെ സർവമായ എന്ന മാജിക് പാക്കേജ് കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഓരോ മലയാളി പ്രേക്ഷകനും അത്രമേൽ ആഗ്രഹിച്ചിരുന്നു നിവിൻ പോളിയുടെ ഇത്തരമൊരു തിരിച്ചുവരവിനെ. പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തവും അതേസമയം പ്രേക്ഷകർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാവുന്നതുമായ ഒരു കഥാപരിസരമാണ് അഖിൽ സത്യൻ ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് ഹൊറർ ചിത്രം എന്ന പരീക്ഷണം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയിലെ പ്രഭേന്ദു നിവിൻ മാജിക്കിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഹൊറർ ചിത്രത്തെ എങ്ങനെ ഇത്രത്തോളം ഫീൽ ഗുഡ് ആക്കി മാറ്റാൻ കഴിഞ്ഞു എന്നിടത്താണ് ചിത്രത്തിന്റെ വിജയം. സർവമായിലെ പ്രഭേന്ദുവിനെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തട്ടത്തിൻ മറയത്തെ വിനോദും പ്രേമത്തിലെ ജോർജും ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടനുമൊക്കെ മിന്നി മറഞ്ഞു പോയിട്ടുണ്ടാവണം. ആ കഥാപാത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടൊരു പ്രത്യേകതയുണ്ട്. അങ്ങേയറ്റം സ്വാഭാവികമായ പെരുമാറ്റവും നമ്മളിൽ ഒരാളാണെന്ന തോന്നിപ്പിക്കുന്ന ആത്മബന്ധവും. ആ ഒരു നിവിൻ പോളി മാജിക്കാണ് പ്രഭേന്ദുവിലൂടെ അഖിൽ സത്യൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. നിവിൻ പോളിയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ സെൽഫ് ഡിപ്രിക്കേറ്റിംഗ് ഹ്യൂമറാണ്. ചമ്മുന്ന രംഗങ്ങളിലും അബദ്ധം പറ്റി നിസ്സഹായനായി നിൽക്കുന്ന നിമിഷങ്ങളിലും നിവിൻ പുലർത്തുന്ന ആ ഒരു ടൈമിംഗ് മലയാള സിനിമയിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. സർവമായിൽ പ്രഭേന്ദു ഓരോ തവണ ചമ്മുമ്പോഴും തിയേറ്ററിൽ ചിരി പടരുന്നത് ആ പഴയ നിവിൻ പോളി ടച്ച് വീണ്ടും തെളിയുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് വെച്ച് തന്നെ ട്രാക്ക് മാറ്റി സീരിയസ് റോളുകളിൽ എത്തിയ നിവിനെ മലയാളികൾക്ക് കാണാൻ വലിയ താല്പര്യമില്ലായിരുന്നു. മലയാളികൾക്ക് എന്നും പ്രിയം അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ ചിരിയും പ്രസരിപ്പുള്ള ചലനങ്ങളുമാണ്. സ്ക്രീനിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടാറുണ്ട്. സർവമായിൽ പ്രഭേന്ദുവായി അദ്ദേഹം നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ പഴയ നിവിൻ തിരിച്ചു വന്നതായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നു. അഭിനയ ശരീരത്തിന്റെ ഓരോ സൂക്ഷ്മാണു കൊണ്ടും പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നത് ഒരു അപൂർവ സിദ്ധിയാണ്. ഒരു നോട്ടം കൊണ്ടോ ചെറിയൊരു കൈചലനം കൊണ്ടുപോലും തമാശ ജനിപ്പിക്കാൻ നിവിന് സാധിക്കുന്നുണ്ട്. പ്രഭേന്ദു എന്ന കഥാപാത്രം തന്റെ കൺമുന്നിലെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഭാവം നിവിൻ എന്ന നടൻ എത്രത്തോളം അനായാസമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് വിസ്മയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിവിൻ സിനിമകളിൽ നമ്മൾ മിസ് ചെയ്ത ആ ലൂസ്നെസ്, ആ ഈസ് ഓഫ് ആക്ടിങ് പ്രഭേന്ദുവിൽ അപ്പാടെയുണ്ട്. തന്റെ പഴയ ഹിറ്റുകളിൽ കണ്ട ആ നിഷ്കളങ്കതയും എന്നാൽ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ പക്വതയും ചേർന്ന ഒരു പുതിയ പതിപ്പാണ് ഈ കഥാപാത്രം. താൻ വെറുമൊരു നടനല്ല, മലയാള സിനിമയുടെ സ്പന്ദനമറിയുന്ന ഒരു വികാരമാണെന്ന് നിവിൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. സർവമായ കാണുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിൽ പറയുന്നത് ഒന്നു മാത്രം: ഇതുതന്നെയാണ് ഞങ്ങൾ കാത്തിരുന്ന നിവിൻ പോളി.